ആദ്യം നമുക്ക് കേസി പറയുന്നത് ഒന്ന് കേൾക്കാം. അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വാക്കുകൾ ഒന്ന് കേട്ടതിന് ശേഷം ഷാജഹാനിലേക്ക് പോകാം. ഒരു സൈഡ് കൊടുക്കാമെങ്കിൽ എം പി ഇരിക്കും. കേസിയുടെ വാക്കുകളായിരുന്നില്ല, അവർ പരസ്പരം സംസാരിച്ചതായിരുന്നു. ഷാനിമോള് പറഞ്ഞതായിരുന്നു രണ്ട് വള്ളത്തിൽ കാല് വെക്കരുത്, രണ്ട് വള്ളത്തിൽ കാല് വെച്ചാൽ എന്താണ് സംഭവിച്ചത് എന്ന് അവര് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. ഷാജി നല്ല ചിരിച്ച സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഷാനിമോളും ലിജുവും കടലിൽ പോയതിന്റെ സന്തോഷമാണോ? ആരാണ് കടലിൽ പോയത്? കടലിൽ പോയിട്ട് സംഭവിച്ചത് എന്താണ്? വിശദമായി തന്നെ പറയൂ ഷാജി. തീർച്ചയായിട്ടും മനു, നമുക്കറിയാം അപകടം നമ്മളെപ്പോഴും എന്തായാലും നമുക്ക് ആ ഒരു അപകടത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ കാണണം. ഇവർ കടലിൽ സമരം ചെയ്യാൻ പോകുന്നു, 22 നോട്ടിക്കൽ മൈൽ സമരം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ എം ലിജുവും അതോടൊപ്പം തന്നെ ആലപ്പുഴ DCC പ്രസിഡൻറ്റും വെള്ളത്തിൽ വീഴുന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ അവരെ പെട്ടെന്ന് തന്നെ മത്സ്യത്തൊഴിലാളികളും പോലീസും ഒക്കെ ചേർന്ന് അവർ ഒന്നാമത് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം, അതല്ല എങ്കിൽ ഒരു പക്ഷേ നേരെ കടലിലേക്ക് ആഴത്തിലേക്ക് പോകുമായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരവിടെ പൊങ്ങിക്കിടന്നു, വള്ളത്തിൽ പിടിച്ച് കിടന്നു, അങ്ങനെ രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെട്ട് വന്നതിന് ശേഷമാണ് ഷാനിമോളുടെ പരിഹാസം. 2 വള്ളത്തിൽ ലിജു കാല് ചവിട്ടി, അതുകൊണ്ടാണ് താഴെ പോയതെന്ന്. അതിൻ്റെ അർത്ഥം അവർ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. കാര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് ഷാനിമോൾ വിശദീകരിച്ചത്. നമുക്കറിയാം ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ എം ലിജു ആണെങ്കിലും ഇവരൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിന്ന് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിട്ട് നിന്നവരാണ്. എം ലിജുവിനെ ആകട്ടെ രമേശ് ചെന്നിത്തലയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത്. രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രണ്ടുപേരും AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരാണ് എന്നുള്ള രീതിയിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷാനിമോൾ ലിജുവിനെ കുറ്റപ്പെടുത്തുന്നു, ലിജു ഷാനിമോളെ കുറ്റപ്പെടുത്തുന്നു. ഇതിൽ ആരാണ് KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നത്, വിശ്വസ്തരാരാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ അപകടത്തിനിടയിലും രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദത്തിലും അല്ലെ പരസ്പര പരിഹാസത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും രസകരമായ ഒരു സംഭവമാണ്. ഇവരിത് അറിഞ്ഞിട്ടില്ല, ഇത് ഷൂട്ട് ചെയ്യുന്ന വിവരം അവരുടെ തന്നെ ക്യാമറാമാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിൽ നിന്നുള്ള വിഷ്വൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു അപകടം നടന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു ആക്രമണം പരസ്പരം നടക്കുന്നത്. ഇതിൽ ആരാണ് KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ സമരം ചെയ്യാൻ പോയത് 22 നോട്ടിക്കൽ മൈൽ കടലിലാണ്. അതായത് കടലിൻ്റെ ഇന്ത്യയുടെ അതിർത്തിയിൽ പോയി സമരം ചെയ്യണം. അവിടെയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡൊക്കെ സജ്ജമായിരുന്നു. ഇവിടെ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് പോലീസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിൻ്റെയൊക്കെ തന്നെ വൻ സാന്നിധ്യത്തിലാണ് ഇവർ കടലിലേക്ക് പോയത്. പക്ഷേ തുടക്കത്തിലെ തന്നെ രണ്ടുപേർ വെള്ളത്തിൽ പോയതോടുകൂടി മൊത്തത്തിലൊരു ആശങ്കയായി. അങ്ങനെ ഒരു 3 കിലോമീറ്റർ മാത്രം പോയതിന് ശേഷം തോട്ടപ്പള്ളിയിൽ നിന്നും വലിയഴീക്കൽ, അതായത് കായംകുളം വലിയഴീക്കൽ കടലിലെത്തിയിട്ട് സമരപ്രഖ്യാപനം നടത്തി അവർ കരയിൽ കയറിയായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സമരങ്ങളൊക്കെ നമ്മൾ ഇത്ര തന്നെയാണ്. ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്ത് അവർ കടലിലേക്ക് ഇറങ്ങുകയും ഭയപ്പെട്ട് തിരികെ പോകുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടത്. പക്ഷേ സമരത്തിനൊന്നും എതിരല്ല, സംയുക്ത സമരം എന്നുള്ളതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. ഒറ്റ പ്ലാറ്റ്ഫോമിൽ സമരം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോട്ടപ്പള്ളിയിലെത്തി തീരദേശ മേഖലയിലെ ജനങ്ങളെ അവർക്ക് മുന്നിൽ ഒരു ഷോ കാണിക്കുന്നത്. ഇത് തന്നെയാണ് രാഷ്ട്രീയക്കാർ, മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ തന്നെ പറയുന്നത് അതുതന്നെയാണ്. അങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ അതിനിടയിലുണ്ടായ ചില സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വാർത്തയായിട്ട് വരുന്നതും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം ഇതിനിടയിലും ഈ അപകടത്തിനിടയിലും ഈ പരിഹാസം നിറഞ്ഞ കുത്തുവാക്കുകളാണ് നമുക്കിതിനുള്ളിൽ നിന്നും കാണാൻ സാധിച്ചത്. മനു, ശരി. ഏതായാലും ഒരു സമരത്തിനിറങ്ങിയപ്പോൾ പോലും അവരുടെ ഉള്ളിൽ അവരുടെ ഗ്രൂപ്പുകളും അവരുടെ ഗ്രൂപ്പ് കളികളുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഷാനിമോളുടെ ആ പരിഹാസ വാക്കുകൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ആളുകളായിരുന്ന എം ലിജു ഒക്കെ ഇപ്പോൾ KCയുടെ ആളുകളായി മാറിയില്ലേ എന്ന കൃത്യമായ ഒരു ആന്തരിക അർത്ഥമുള്ള ഒരു പരിഹാസമാണ് ഷാനിമോൾ അവിടെ പ്രയോഗിച്ചത്. ഏതായാലും ഒരു സമരം ചെയ്യാൻ വേണ്ടി കടലിൽ ചാടാൻ പോയിട്ട് അത് ഈ അവസ്ഥയിലായി പോയല്ലോ എന്ന് തോന്നുന്നു.